അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. അപ്പം ഞാൻ ലേറ്റ് ആയിട്ടാണ് ന്യൂ ഇയർ ആശംസിക്കുന്നത്. എന്തിനായാലും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐക്യൂവിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ നിയോ സീരീസിൽ, അതായത് IQOO നിയോ 6 ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നിയോ 7 എന്ന് പറയുന്ന മോഡൽ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് IQOO നിയോ 7 റേസ് എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വേറെ വേരിയൻ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതായത് ഇതിൻ്റെ BMW എഡിഷൻ അങ്ങനത്തെ വേറെ വേരിയൻ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് IQOO നിയോ 7 റേസ് എഡിഷൻ എന്ന് പറയുന്ന മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് E5 AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പഞ്ച് ഹോളാണ് ഇതിൻ്റെ ക്യാമറ കട്ടൗട്ടും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളും വന്നിരിക്കുന്നത്. HDR10 സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജസും കാര്യങ്ങളാണ് ഡിസ്പ്ലേയും കാര്യം കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കമോ കാര്യങ്ങളൊന്നുമില്ല. ഒരു നല്ല മികച്ച ഡിസ്പ്ലേ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ചിപ്സെറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് Qualcomm Snapdragon 8 Gen 1 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു 2021 ചിപ്സെറ്റ് ആയിരുന്നു. 2021 അല്ല 2022 ചിപ്സെറ്റ് ആയിരുന്നു ഈ ഒരു Qualcomm Snapdragon 8 Gen 1 എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് അത് ലോഞ്ച് ചെയ്തിരുന്നത്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഒരു ചിപ്സെറ്റും കാര്യങ്ങളാണ് ഈ ഒരു 8 Gen 1 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെ Gen 2 കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മോഡലിൽ 8 Gen 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റാം വേരിയൻറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 16 GB ആണ് ഹൈ ലെവലായിട്ടുള്ള റാം വേരിയൻറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 512 GB ആണ് സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള 6 GB റാം വേരിയൻറ്റ് അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു 16 GB തൊട്ട് താഴെയുള്ളതെന്ന് പറയുന്നത് 12 GB റാമാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോറേജും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിന് സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. വയർലെസ് ചാർജിനെ കുറിച്ച് ഒന്നും ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 30 വാട്ടൊക്കെ ഒരു വയർലെസ് ചാർജിങ് കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പോകുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ബാക്ക് സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള 50 MB ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ആയുള്ള ഒരു ലെൻസ് വരുന്നുണ്ട്. പിന്നെ തേർഡ് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ മാക്രോ ഷോട്ടിന് വേണ്ടി അല്ലെങ്കിൽ മാക്രോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള ലെൻസും കാര്യങ്ങളും ബാക്ക് സൈഡിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ചിലപ്പം എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു മെയിൻ ക്യാമറയിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു നിയോ 6ലും ഈ ഒരു 50 MB തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം. ശരിയാണെങ്കിൽ ചിലപ്പോൾ അതല്ലായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. അതുപോലെ നമുക്ക് 16 MB ഒരു സെൽഫിയും കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 1080p and 30 FPS ഉണ്ട്. അതുപോലെ 4K at 30 FPS അതുപോലെ 60 FPS ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു 1080pയിലും എനിക്ക് തോന്നുന്നു 60 FPS ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് 5G ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ നമുക്ക് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നമുക്ക് ഹൈ ഡെഫിനിഷനായുള്ള സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡലിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മോഡലിലുള്ളത് ഹൈ ഡെഫിനിഷനായുള്ള സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ടൈപ്പ് C പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെഡ്സെറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ IQOO നിയോ 7 റേസ് എഡിഷൻ എന്ന് പറയുന്ന മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡേറ്റോ കാര്യങ്ങളോ നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ല. ഏകദേശം ഒരു 36,000 രൂപ അടുത്തെങ്ങാനും ഈ ഒരു മോഡലിന് പ്രൈസ് വരും. പിന്നെ നമ്മുടെ റാം വേരിയൻറ്റ് മാറുന്നതിനനുസരിച്ചും അതിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് 1000 സബ്സ്ക്രൈബറെങ്കിലും ഈ ഒരു ചാനലിലാവണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് സാധിക്കും. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.